മനോഹരമായ നല്ലൊരു ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇലയിൽ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ആരുമില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ, കേരളത്തിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ, ആ ജില്ലകളിലുള്ളവർക്കും അറിയാം ഇലയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതി. ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഊണ് കഴിക്കാൻ തയ്യാറാവുമ്പോൾ ഇല കൊണ്ടിടും. ഇല കൊണ്ടിട്ടിട്ട് നമ്മൾ ആ ഇല വളരെ പവിത്രമായിട്ട് ഇങ്ങ് വാങ്ങിക്കും. അതിനുശേഷം അത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഇനിയും ആ ഇലയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഇല മാറ്റാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം അതിനകത്ത് വിളമ്പുന്നത്. ഭക്ഷണം വിളമ്പി ആസ്വദിച്ച് നന്നായിട്ട് കഴിക്കും. കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഇല മടക്കും. ചില സ്ഥലങ്ങളിൽ അത് ഒരു നിശ്ചിത സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൊണ്ട് നമ്മൾ നിക്ഷേപിക്കണം. ഇല എടുക്കുക എന്നൊക്കെ എഴുതും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഇല റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് നിറയാൻ, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ആ ഇല വൃത്തിയാക്കി കഴുകി തുടച്ച് മിനുക്കി നമ്മൾ അതിനകത്ത് ഭക്ഷണം കഴിക്കും. ആ സമയം ഒരു കാര്യം ഓർക്കണം, നമ്മൾ അതിനകത്ത് കിടന്ന് ഭക്ഷണമൊക്കെ കുഴയ്ക്കുകയും മറിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഈ ഇല കീറാതെ, ഇല വളരെ എത്ര നൈസായിട്ടുള്ള ഇലയാണെങ്കിലും അത് കീറാതെ ഇലയുടേതായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പരിപാലിക്കും. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു രസം. എന്താ രസം എന്നറിയാമോ? ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പം ഇത് ഡസ്റ്റ്ബിന്നിലേക്ക് കൊണ്ടിടാൻ വേണ്ടി പോകുന്നൊരു പോക്കുണ്ട്. ഇത് നമ്മൾ ഒരു ബന്ധമില്ലാത്ത പോലെ ഇത് മടക്കുന്നു, മേത്താകാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഡസ്റ്റ്ബിനാണ്. ഒരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുക, നമ്മുടെ വയറ് നിറയ്ക്കാൻ, നമുക്കൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ, നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഇലയെ വളരെ വൃത്തിയായി ആവശ്യത്തിന് മുമ്പും കഴിക്കുമ്പോഴും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ട് ആവശ്യം കഴിയുമ്പം അതിനോട് കാണിക്കുന്ന ഒരു അവജ്ഞയും വെറുപ്പുമില്ല. ഇതുപോലെയാണ് പല ബന്ധങ്ങളും. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വയറ് പറയാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പലരെയും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആ ഉപയോഗത്തിനൊക്കെ ശേഷം ഒരു നിശ്ചിത സമയം വരുമ്പോൾ നമ്മൾ അതിനെടുത്ത് കളയും. അങ്ങനെയാണെങ്കിൽ ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചവരെ മാനിക്കാനും അവരെ ബഹുമാനിക്കാനും ശ്രമിക്കുക. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.